എല്ലാവർക്കും കൽവിൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചേട്ടന്മാരും ചേച്ചിമാരും ഈ വീഡിയോ കണ്ട് നല്ലവണ്ണം പഠിക്കണം കേട്ടോ. പിന്നെ ഈ ചാനൽ മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തേ. കൂട്ടുകാരെല്ലാം ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. എൻ്റെ പേര് വിജി കൃഷ്ണ. ഞാൻ എടുക്കുന്നത് +2 അക്കൗണ്ടൻസിയുടെ ക്ലാസ്സാണ്. +2 അക്കൗണ്ടൻസി. അപ്പോൾ നമ്മൾ +1 അക്കൗണ്ടൻസിയെ കുറിച്ചൊന്ന് ആലോചിക്കാം. നമ്മൾ എന്താ ശരിക്കും +1 അക്കൗണ്ടൻസി പഠിച്ചത്? എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ജേണൽ ചെയ്യാൻ പഠിച്ചു, ലെഡ്ജർ ചെയ്യാൻ പഠിച്ചു, മറ്റു ഫിനാൻഷ്യൽ അക്കൗണ്ട്, അതുകൂടാതെ നമ്മൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് പഠിച്ചു, ട്രയൽ ബാലൻസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചു, കൂടാതെ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സെക്കൻഡ് ചാപ്റ്റർ പാർട്ണർഷിപ്പ്, അതിൻ്റെ തേർഡ് പാർട്ടാണെന്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പാർട്ണർഷിപ്പും ഫസ്റ്റ് പാർട്ടിൽ, സെക്കൻഡ് പാർട്ട് അതായത് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ആ പേരിനകത്ത് തന്നെ ഉണ്ട് എന്ത്? ഇവിടെ പ്രോഫിറ്റ് ഇല്ല, പകരം എന്താ ശരിക്കും നമ്മളൊരു മീനിങ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസ്ഡ് ടു അച്ചീവ് സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇവിടെ ഞാൻ കുറേ സർവീസ് ആണ് പറഞ്ഞത്. എന്ത്? അപ്പോൾ ഒരു എന്താ പറഞ്ഞേക്കുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും എന്താണെന്ന്. ഒന്ന് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്തെങ്കിലും ചാരിറ്റി പർപ്പസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, അതുമല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് കാണുന്ന വായനശാല, അതുമല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആക്ടിവിറ്റി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് അവർക്ക് എന്തില്ല, അവരുടെ മോട്ടീവ് അല്ലെങ്കിൽ അവരുടെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും ടു ഏൺ പ്രോഫിറ്റ് എന്നതല്ല. പകരം എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷന് പറയുന്ന പേരാണെന്ത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ആ പഠിച്ചു വെക്കേണ്ട ഒരു സെന്റൻസ് എന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ എന്താ? ഓർഗനൈസ്ഡ് ടു അച്ചീവ് സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, പിന്നെന്താ പറഞ്ഞത്? എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഓബ്ജക്റ്റീവ്സ്. അപ്പൊ അത്തരത്തിലുള്ള ലക്ഷ്യം, അതായത് ഒരു സമൂഹത്തെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സെറ്റപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷന് പറയുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിൽ നിന്ന് ജസ്റ്റ് കൂടുതൽ ഇപ്പം വാട്ട് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന മോട്ടീവോടെ അല്ലാതെ സെറ്റപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷന് പറയുന്ന പേരെന്താണ്? എന്ത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പൊ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും എന്താണ്? ചില സ്പെഷ്യാലിറ്റികളുണ്ട്. അവയാണ് നമുക്ക് അവയുടെ എന്ത് പറയാം? ഫീച്ചേഴ്സ് എന്ന് പറയാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പ്രധാനമായിട്ടും നമ്മുടെ +2ന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ഒന്നാമത്തത് റെൻഡറിംഗ് സർവീസ്. സെക്കൻഡ് വൺ no profit motive. Third one, no trading manufacturing activities. നാലാമത്തത് sources of income. അഞ്ചാമത്തത് ക്യാപിറ്റൽ ഫണ്ട്. നമുക്ക് 5 ഡിസ്കസ് ചെയ്യാം. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എടുത്തു പറയത്തക്ക 5 ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെ? റെൻഡറിംഗ് സർവീസ്, നോ പ്രോഫിറ്റ് മോട്ടീവ്, നോ ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ്, സോഴ്സ് ഓഫ് ഇൻകം, ക്യാപിറ്റൽ ഫണ്ട്. ഫസ്റ്റ് വൺ റെൻഡറിംഗ് സർവീസ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്ത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സേവനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. സോ അവരുടെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? റെൻഡറിംഗ് സർവീസ്. സെക്കൻഡ് വൺ നമ്മുടെ ഡെഫിനിഷനകത്ത് തന്നെ പറഞ്ഞു, നോ പ്രോഫിറ്റ് മോട്ടീവ്. ഇവരുടെ ലക്ഷ്യം ഒരിക്കലും ടു ഏൺ പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇവർക്ക് ലാഭമല്ല. പകരം എന്താണ്? ഇവര് സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്
സെറ്റപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ്. ഇവരുടെ ലക്ഷ്യം എന്തല്ല, ഒരിക്കലും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല. തേർഡ് വൺ എന്താ, നോ ട്രേഡിംഗ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല, അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇല്ല, അതേപോലെ തന്നെ എന്താ മാനുഫാക്ചറിങ് ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചില റെസ്റ്റോറന്റിന്റെ ബേസിലൊക്കെ എന്താ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചില സ്പോർട്സ് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയും വിൽക്കുകയും ചെയ്യും. അപ്പൊ അവിടെയും എന്താണ് ഒരു ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അല്ലാതെ പൊതുവെ നമ്മൾ പറയുമ്പോൾ എന്താണ്, ട്രേഡിംഗ് ആക്ടിവിറ്റിയും ഇല്ല, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും ഇല്ല. അപ്പൊ ഫസ്റ്റ് 3 വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ എന്താ, റെൻഡറിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പ്രത്യേകത. സെക്കൻഡ് വൺ എന്താ, നോ ട്രേഡിംഗ് എന്താ പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് വൺ എന്താ, നോ പ്രോഫിറ്റ് മോട്ടീവ്, ഒരിക്കലും ലാഭം എന്നൊരു എയിം നമുക്കില്ല. അടുത്തത് എന്താ, നോ ട്രേഡിംഗ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഇല്ല. ഫസ്റ്റ് 3 അതാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം സാധാരണ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓർഗനൈസേഷനേക്കാളും വ്യത്യസ്തമായിട്ട് കുറച്ച് ഇൻകമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാന വരുമാന മാർഗമായിട്ട് നമ്മൾ പറയുന്നത് 3-4 കാര്യങ്ങളാണ്. ഒന്നാമത്തത് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ഗ്രാന്റ് ഇൻ എയ്ഡ്, ലെഗസീസ്. പുതിയ വാക്കുകളാണ്, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ഗ്രാന്റ് ഇൻ എയ്ഡ്, ലെഗസീസ്. നമ്മൾ നേരത്തെ അങ്ങനെ കേട്ടിട്ടില്ല. എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് എന്ന് പറയുന്നത്? ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ എന്നാ പറയുന്നത്. അതായത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മെമ്പേഴ്സിൽ നിന്നും പിരിച്ചെടുക്കുന്ന ക്യാഷിന് പറയുന്ന പേരാണെന്ത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് മലയാളം വാക്ക് വരിസംഖ്യ എന്ന് പറയും. നമ്മളിപ്പോ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരു ക്ലബ് ആണെങ്കിലും ഒരു വായനശാലയിലേക്ക് നമ്മൾ എന്താ മെമ്പർഷിപ്പ്, നമ്മൾ എന്താ വരിസംഖ്യ കൊടുക്കത്തില്ലേ അവർക്ക്, ഒരു ചിലപ്പോൾ മന്ത്ലി ആവാം, അല്ലെങ്കിൽ എന്താ ഇയർലി ആകാം, അല്ലെങ്കിൽ 6 മന്ത് കൂടിയിരിക്കുമ്പോഴാകാം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വരിസംഖ്യക്ക് പറയുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്. ഈ ഓരോ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെച്ചേക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളതാണ്. സെക്കൻഡ് വൺ, ഡൊണേഷൻ. ഡൊണേഷൻ നമുക്ക് 2 തരത്തിൽ പറയാം. ഒന്ന് സ്പെഷ്യൽ ഡൊണേഷനും ഉണ്ട്, ജനറൽ ഡൊണേഷനും ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് നമുക്ക് ഡൊണേഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ സാധാരണ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡൊണേഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ഡൊണേഷൻ. ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞാലും അതേ സെയിം കാറ്റഗറി തന്നെയാണ്. കാരണം എന്താ, നമ്മൾ കുറച്ച് എമൗണ്ട് എന്തെങ്കിലും ഒരു സഹായമായിട്ട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും. അതിനെയാണ് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ലെഗസീസ്. അതൊരു പുതിയ വാക്കാ, അപ്പൊ നമ്മളത് പഠിക്കണം. എന്താ ലെഗസീസ്? ലെഗസീസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ലെഗസീസ് ഈസ് എ എമൗണ്ട് കളക്റ്റഡ് ബൈ എന്താ പറഞ്ഞേക്കുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദി വിൽ ഓഫ് ഡിസീസ്ഡ് പാർട്ണർ. അതായത് മരണാനന്തരം, എന്റെ മരണശേഷം ഒരു വില്ല് എഴുതി വെക്കും, എന്റെ മരണശേഷം ഞാൻ ഇത്ര എമൗണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തേക്കാം. അപ്പൊ നമ്മളത് കളക്ട് ചെയ്തെടുക്കും. അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ലെഗസീസ്. അപ്പൊ ലെഗസീസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ എമൗണ്ട് കളക്റ്റഡ് ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദി വിൽ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ. അതായത് മരിച്ചുപോയ ഒരാളുടെ ആഗ്രഹപ്രകാരം അയാൾ എഴുതി വെച്ചിട്ട് പോകും, ഇത്ര എമൗണ്ട് എന്റേത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തേക്കാം. അങ്ങനെ കിട്ടുന്ന എന്റെ എമൗണ്ട് പറയുന്ന പേരാണ് ലെഗസീസ്. അടുത്ത 5th വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവരും. ആ ക്യാപിറ്റൽ ഓണേഴ്സ് കൊണ്ടുവരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഒരിക്കലും നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യത്തില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയില്ല. പകരം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ടാണ്. ക്യാപിറ്റൽ ഫണ്ടിനകത്ത് നമ്മൾ എഴുതി വെക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? സർപ്ലസും ഡെഫിസിറ്റും. കൂടുതലായിട്ടും സർപ്ലസ്, അതായത് നമ്മളുടെ ഇൻകം, നമുക്ക് എന്താ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഒന്നുകിൽ അത് എന്താ നമുക്ക് എന്താ പറയുന്ന ഡെഫിസിറ്റ് ആകാം, അല്ലെങ്കിൽ സർപ്ലസ് ആകാം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അതായത് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സർപ്ലസ് എന്ന് പറയും. ഈ സർപ്ലസ് നമ്മൾ എവിടെ എഴുതും? ക്യാപിറ്റൽ ഫണ്ടിൽ എഴുതും. അല്ലാതെ ഒരിക്കലും നമ്മൾ മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കത്തില്ല. അപ്പൊ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ 5 ഫീച്ചേഴ്സ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പറഞ്ഞ. ഏതൊക്കെയാ? ഒന്നാമത്തത് റെൻഡറിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു.
സെക്കൻഡ് വൺ, നോ പ്രോഫിറ്റ് മോട്ടീവ്, നമ്മുടെ ലക്ഷ്യം പ്രോഫിറ്റ് അല്ല. തേർഡ് വൺ, നോ ട്രേഡിംഗ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ല, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഇല്ല. ഫോർത്ത് വൺ, സോഴ്സ് ഓഫ് ഇൻകം, നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം നാലെണ്ണം അല്ല കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ പ്രധാനമായും പറയുന്നത് 4 എണ്ണമാണ്. ഏതൊക്കെ? സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, അതായത് മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്ന വരിസംഖ്യ. അടുത്തത് ഡൊണേഷൻ, 2 രീതിയിലുള്ള ഡൊണേഷൻ ഉണ്ട്. സ്പെഷ്യൽ ഡൊണേഷനും പറയാം, ജനറൽ ഡൊണേഷനും പറയാം. ഗ്രാൻഡ് ഇൻ എയ്ഡ്, സഹായകരമായി നമുക്ക് കിട്ടുന്ന പൈസ. അതുപോലെ തന്നെ ലെജസീസ് എന്താ? മരണാനന്തരം ഒരാളുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലേക്ക് എഴുതി വെച്ചിട്ട് പോകുന്ന ക്യാഷ്, അതിന് പറയുന്ന പേരാണ് ലെജസീസ്. ഫിഫ്ത്ത് വൺ ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഇതെന്താ ശരിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഇവിടെ നമ്മൾ സർപ്ലസ് എഴുതും. ഒരിക്കലും നമുക്ക് കിട്ടുന്ന സർപ്ലസ് മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കത്തില്ല. എന്താണ് സർപ്ലസ്? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്ന് പറയും. നേരെ തിരിച്ചോ, ഇൻകം ആണ് നമുക്ക് കുറവ്, എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഡെഫിസിറ്റ് എന്ന് എഴുതും. 6ാമത്തെ പോയിന്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? റിസൾട്ട് ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് നമ്മളുടെ റിസൾട്ട്? നമ്മളിവിടെ പറഞ്ഞു റിസൾട്ട് നമ്മുടെ ഓപ്പറേഷൻസിന്റെ ഫലമായി നമുക്ക് 2 റിസൾട്ട് ആകാം. ഒന്നുകിൽ സർപ്ലസ് ആകാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആകാം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ റിസൾട്ട്, അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല ഒരിക്കലും. ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് അതല്ലെങ്കിൽ ഡെഫിസിറ്റ്. നെക്സ്റ്റ് വൺ, നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എപ്പോഴും ക്യാഷ് ബേസിസ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. മറ്റ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ ഇവിടെ നമുക്ക് എന്താ? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. അടുത്തത് ക്യാഷ്. നമ്മൾ ഡെയിലി ബേസിസിൽ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റും വെച്ച് സാധാരണ പോലെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഡെയിലി ബേസിസിൽ എപ്പോഴും നമ്മൾ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും വെച്ചിട്ട് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. സാധാരണ പോലെ തന്നെ ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഓൾ ക്യാഷ് പേയ്മെന്റ്സിനെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. അപ്പം പ്രധാനമായിട്ടും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മൾ അവിടെ പറഞ്ഞ എന്താ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസ്ഡ് ടു അച്ചീവ് സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? എന്താണ് ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, റെൻഡറിംഗ് സർവീസ്. സെക്കൻഡ് വൺ, നോ പ്രോഫിറ്റ് മോട്ടീവ്. തേർഡ് വൺ എന്താ? നോ ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താ? ക്യാപിറ്റൽ ഫണ്ട്, സോഴ്സ് ഓഫ് ഇൻകം. എന്തൊക്കെയായിരുന്നു അവരുടെ വരുമാന മാർഗങ്ങൾ? സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ലെജസീസ്. സബ്സ്ക്രിപ്ഷൻ എന്താണ്? വരിസംഖ്യ എന്ന് ഓർത്താൽ മതി. ലെജസീസ് എന്തായിരുന്നു അവിടെ പ്രധാനമായിട്ടും പറഞ്ഞത്? മരണാനന്തരം ഒരാള് അയാൾ എഴുതി വെച്ചിട്ട് പോകും, ഇന്ന എമൗണ്ട് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തേക്കാം. അത്ര എമൗണ്ടിന് പറയുന്ന പേരാണ് ലെജസീസ്. സിക്സ്ത് വൺ, റിസൾട്ട് ഓഫ് ഓർഗനൈസേഷൻ. എപ്പോഴും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആകാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആകാം. അടുത്തത് നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരിക്കലും എന്താ? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല. ഇവിടെ ക്യാഷ് ബേസിസ് മാത്രമേ ഉള്ളൂ. അടുത്തത് പ്രോപ്പറായി നമ്മൾ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യുന്നു. ഓൾ ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ +1 പഠിച്ചിട്ടുണ്ട്. അവർക്ക് എന്താ? ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L ചെയ്യുന്നത്. അതിൽ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട്
സിമിലർ ആയിട്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ P&Lആയിട്ട് സിമിലർ ആണ്. ബാലൻസ് ഷീറ്റ് ഓൾസോ ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ 2 പോയിന്റ്സേ ഉള്ളൂ. അതായത് എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ എന്താ പറഞ്ഞേക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. നമ്മളിവിടെ ശരിക്കും കമ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും എടുത്തു പറഞ്ഞു. അതായത് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞു, പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞു. ഇവ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് കണക്ക് ചെയ്യാൻ എളുപ്പമാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും അവരുടെ എയിം എന്ന് പറയുന്നത് സർവീസ് ആയിരിക്കും. അതായത് എന്താ, സമൂഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സേവനം ചെയ്യുക. പക്ഷെ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് എപ്പോഴും അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് എന്ന് തന്നെ ആയിരിക്കും. ഇവിടെ 2 പേരും വ്യക്തികളുണ്ടല്ലോ, 2 വ്യക്തികളുണ്ടല്ലോ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്റ്റാറ്റസ് നമ്മൾ പറയുവാണെങ്കിൽ അവരെ നമ്മൾ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ഓണേഴ്സ് എന്നാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് +1 ബിസിനസ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്. അവിടെ ഓണർ ആരായിരിക്കും, സോൾ പ്രൊപ്പറേറ്റർ ആണ്. പാർട്ണർഷിപ്പിൽ ആരാണ് ഓണർ, പാർട്ണേഴ്സ് ആണ്. കമ്പനിയിൽ ആരാണ് ഓണർ, ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ അവരെയെല്ലാം നമ്മൾ ഓണേഴ്സ് എന്ന വാക്കുകൊണ്ട് പറയും. പക്ഷെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും ബന്ധപ്പെട്ട വ്യക്തികളെ നമ്മൾ എങ്ങനെ പറയൂ, മെമ്പേഴ്സ് എന്നേ പറയത്തുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് പറയും, ഓണേഴ്സ് എന്ന് പറയും. അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് റിസൾട്ട്. ഇവിടെ എപ്പോഴും റിസൾട്ട് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കാം. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ലോസ് ആയിരിക്കാം. പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 3 അക്കൗണ്ടുകളാണ്. അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. പക്ഷെ ഇവിടെയോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് 3 ഐറ്റമാണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു. ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒന്നുകിൽ സബ്സ്ക്രിപ്ഷൻസ് പറയാം, ഡൊണേഷൻ പറയാം, ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ് ഒക്കെയാണ്. പക്ഷെ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എന്ത്, ഇവരുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയും പ്രോഫിറ്റ് ഓർഗനൈസേഷനെയും നമ്മളൊന്ന് തരംതിരിച്ച് പറയുകയാണെങ്കിൽ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എന്താ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് ആണ്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. വ്യക്തികളെ, സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് എന്ന് വിളിക്കും, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരെ നമ്മൾ ഓണേഴ്സ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താ പറയുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ ആണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ അവരെന്ത് പറയും, ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇനി അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ വരുമാന മാർഗം. പക്ഷെ പ്രോഫിറ്റ് ഓർഗനൈസേഷനോ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അപ്പം നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് തരം തിരിച്ചു പറയും. അതായത് ഇത്രയും വ്യത്യാസങ്ങൾ, ഇതേപോലെയുള്ള കുറച്ച് എന്താ പറയുക വ്യത്യാസങ്ങളുണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്. നമ്മൾ പ്രധാനമായിട്ടും അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് 3 ടേം പറഞ്ഞു. എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷന് എന്താണ് പ്രോഫിറ്റ് ഓർഗനൈസേഷനേക്കാളും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് തിയറി പോർഷനായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. എന്തായിരുന്നു ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസ്ഡ് ടു അച്ചീവ് സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് പാർട്ട് നമ്മൾ പറഞ്ഞു വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു, എന്തൊക്കെ ഓർമ്മയുണ്ടോ, ഏതൊക്കെ ഒന്ന് പറഞ്ഞേ. 1 റെൻഡറിങ് സർവീസ്, സെക്കൻഡ് 1 നോ പ്രോഫിറ്റ് മോട്ടീവ്, നോ ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, ക്യാപിറ്റൽ ഫണ്ട്. നമ്മളവിടെ ക്യാപിറ്റൽ ഫണ്ട് പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സർപ്ലസ് എഴുതാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്താ പിന്നെ നമ്മൾ പറഞ്ഞ സോഴ്സ് ഓഫ് ഇൻകം. എന്തൊക്കെയായിരുന്നു അവരുടെ സോഴ്സ് ഓഫ് ഇൻകം? പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്
സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ലെജസീസ്. ഇത് രണ്ടും പുതിയ വാക്കാണ്, ഓർത്തോണം. എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ. സെക്കൻഡ് വൺ ലെജസീസ്. ലെജസീസ് എന്താ പറഞ്ഞേ? ദ എമൗണ്ട് കളക്റ്റഡ് ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആസ് പെർ ദി വിൽ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ ഈസ് കോൾഡ് ലെജസീസ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ഡൊണേഷൻ, മറ്റ് ഗ്രാന്റ് ഇൻ എയ്ഡ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ് ഇല്ല. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഇവിടെ പറഞ്ഞു നമ്മൾ ക്യാഷ് ബുക്കിന്റെ മെയിൻ്റെനൻസ്. അതായത് നമ്മൾ സാധാരണ കൂട്ട് എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും എല്ലാ ക്യാഷ് പേയ്മെന്റ്സും നമ്മൾ ഇവിടെ എന്ത് എഴുതും? ഡെയിലി ബേസിൽ ക്യാഷ് ബുക്കിൽ എഴുതും. എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യും. സാധാരണ കൂട്ട് തന്നെ ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രധാനമായിട്ടും 3 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കുള്ളത്. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് 3 സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഫസ്റ്റ് വൺ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഒരു ടേം, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറഞ്ഞത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പോഴും അവരുടെ മോട്ടീവ് സർവീസ് ആണ്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഇവിടെ മെമ്പേഴ്സ് ആണെങ്കിൽ പ്രോഫിറ്റിൽ നമ്മൾ അവരെന്ത് പറയും? ഓണേഴ്സ് എന്ന് പറയും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട്. റിസൾട്ട് എന്താ നമ്മൾ ശരിക്കും പറഞ്ഞേ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റിസൾട്ടായിട്ട് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയില്ല. ഇവിടെ പിന്നെ എന്താ ഉള്ളത്? സർപ്ലസും ഡെഫിസിറ്റും ആണ്. അപ്പൊ ഈ സർപ്ലസും ഡെഫിസിറ്റും എന്താ? ഡെഫിസിറ്റിന്റെ മലയാളം നമ്മൾ കമ്മി എന്ന് പറയും. അപ്പൊ ഈ സർപ്ലസും ഡെഫിസിറ്റും എന്താ ശരിക്കും പറഞ്ഞാൽ? സർപ്ലസ് എന്താ ശരിക്കും പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ് ആണ്. എപ്പോഴും എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ? സർപ്ലസ് എന്നാന്ന് പറയും. നേരെ തിരിച്ച് നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുതൽ നമ്മുടെ ചെലവാണെങ്കിൽ നമ്മൾ അവിടെ കമ്മിയാണെന്ന് പറയും, അതായത് ഡെഫിസിറ്റ് ആണെന്ന് പറയും. പിന്നെ അവിടെ ആണെങ്കിലോ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. പിന്നെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു എന്താ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, പിന്നെന്താ? ബാലൻസ് ഷീറ്റ്. അവിടെ ആണെങ്കിലോ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. പിന്നെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് എക്സാമ്പിൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ മനസ്സിലാവും. എന്തായിരുന്നു? ലൈബ്രറി, ക്ലബ്ബ്, ഹോസ്പിറ്റൽസ്, പിന്നെ അതേപോലെ എന്താ? ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പറയുവാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ പഠിച്ചതാണ്. ഏതാ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ആൻഡ് കമ്പനി. അപ്പൊ നമുക്ക് ചാപ്റ്ററിനകത്തെ ഇതേ ബേസിൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നത്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ്, ഇത് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ വരുമാനം എന്ന് പറയുന്ന സംഭവം. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എല്ലാവരും ക്യാഷ് ബുക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർഡറിൽ നോക്കണം. എന്താണ് ക്യാഷ് റെസിപ്റ്റിൽ വരുന്നത്, ക്യാഷ് പേയ്മെന്റ് എന്താണ്, അക്കൗണ്ട്സ്, സംഭവങ്ങളൊക്കെ നോക്കി വെക്കെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഈ ഒരു കുഞ്ഞു ടൈം ഉണ്ട്, ഒരു ചെറിയ ടൈം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ എന്തൊക്കെയാണെന്ന്. ഇതൊരു ക്വസ്റ്റ്യനോ ഒന്നുമല്ല, പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഈ കുറച്ച് കാര്യങ്ങൾ വേണം. ഇവരുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവർ ക്യാഷ് ബുക്ക് ഉണ്ടാക്കും, ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. സെക്കൻഡ് വൺ ലെഡ്ജർ അക്കൗണ്ട്സ്. തേർഡ് വൺ സ്റ്റോക്ക് രജിസ്റ്റർ. ഫോർത്ത് വൺ ക്യാപിറ്റൽ ഫണ്ട്. പ്രധാനമായിട്ടും അവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിന്റെ ഒരു പേര് പറയുവാണെങ്കിൽ 4 എണ്ണമാണ്. ക്യാഷ് ബുക്ക് നമുക്കറിയാം എന്ത്? ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ആർ ക്രെഡിറ്റഡ് ഇൻ ക്യാഷ് ബുക്ക്. ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ എല്ലാ ഇൻകവും എക്സ്പെൻസും അസറ്റും ലയബിലിറ്റി, ഈ 4 ടേം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യും. ഏതൊക്കെയാ? ഇൻകം, എക്സ്പെൻസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. തേർഡ് വൺ സ്റ്റോക്ക് രജിസ്റ്റർ. ഈ സ്റ്റോക്ക് രജിസ്റ്ററും ക്യാപിറ്റൽ ഫണ്ടും മുൻകാല വർഷങ്ങളിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് വെച്ചാൽ എല്ലാ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ് എഴുതി വെക്കുന്നത് എപ്പോഴും എവിടെയാണ്? ഈ സ്റ്റോക്ക് രജിസ്റ്ററിനകത്താണ്. അത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്, 1 മാർക്ക്. എന്താ? കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ് ഇൻ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. ലാസ്റ്റ് വൺ ക്യാപിറ്റൽ ഫണ്ട്.
അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. ഇവിടെ പ്രധാനമായിട്ടും എഴുതുന്നത് സർപ്ലസ് ആണ്. മറ്റു ഡൊണേഷന്, ഗ്രാന്റിന്റെ രജിസ്റ്റേഴ്സ് ഒക്കെ എഴുതും. ഈ സർപ്ലസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ടിൽ എഴുതി വെക്കും, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കില്ല. അപ്പം ഏതൊക്കെയാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്തെ? ക്യാഷ് ബുക്ക്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓൾ ക്യാഷ് പേയ്മെന്റ്സ് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അതിനുശേഷം ലെഡ്ജർ അക്കൗണ്ട്സ്. പ്രധാനമായിട്ടും ലെഡ്ജർ അക്കൗണ്ട്സ് എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? എല്ലാ ഇൻകവും, എക്സ്പെൻസും, അസറ്റ്സും, ലയബിലിറ്റിയും. അതിനുശേഷം സ്റ്റോക്ക് രജിസ്റ്റർ. എന്തിനാണ് സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് അസറ്റ്സ് എവിടെ നോക്കിയാൽ കാണാം? സ്റ്റോക്ക് രജിസ്റ്ററിൽ കാണാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഫണ്ട്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരമായിട്ട്. ഇവിടെ ക്യാപിറ്റൽ ഇല്ലല്ലോ, ഇവിടെ മെമ്പേഴ്സ് ആണ്, ഇവിടെ ഓണേഴ്സ് ഇല്ല, അവർ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവരുന്നില്ല. അങ്ങനല്ല ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിവിടെ നമ്മൾ സർപ്ലസ്, ഡൊണേഷൻ, മറ്റു കാര്യങ്ങൾ എഴുതും. പക്ഷെ ഈ സർപ്ലസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കില്ല. അപ്പൊ വീണ്ടും 4 കാര്യങ്ങളായി. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്താണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്നും ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനുള്ള വ്യത്യാസങ്ങൾ, ലാസ്റ്റ് വൺ എന്താ പറഞ്ഞേക്കുന്നത്, അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സിന് ശേഷം നമ്മൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ട് നമ്മുടെ ഇനിയുള്ള ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ ഫുൾ എന്താണ്, അവസാനം വരെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യണം. ഇത് ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക്. ഇത്രയേ ഉള്ളൂ തിയറി പറയുന്നത്. ഇവിടെ വരുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോട്ട് ഫോർ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. അപ്പം നോട്ട് ഫോർ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 3 എണ്ണമാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് 3ഉം ചെയ്യാൻ പഠിക്കുകയാണ് നമ്മൾ ഈ പാഠത്തിനകത്ത്. ഇവിടെ ഉള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ഇവ 3ലും ഉള്ള കോമൺ ഡിഫറൻസ് എന്തൊക്കെ വരുമെന്ന് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വൺ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു റിയൽ അക്കൗണ്ട് ആണ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പോലെ പ്രിപ്പയർ ചെയ്യുന്നതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഇവിടെ എല്ലാ റെസിപ്റ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. എല്ലാ പേയ്മെന്റ്സിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ക്യാഷ് ബുക്ക് ഓർമ്മ വന്നു. ക്യാഷ് ബുക്കിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാ റെസിപ്റ്റ്സും ഡെബിറ്റ് ചെയ്തു, എല്ലാ പേയ്മെന്റ്സും ക്രെഡിറ്റ് ചെയ്തു. സോ സമ്മറി ഓഫ് എ ക്യാഷ് ബുക്ക് ആണ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബുക്കിന്റെ സമ്മറി ആണെന്ന് പറയാം. ഇനി നമുക്കുള്ളത് എന്താണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അതിനകത്ത് എന്താ ചെയ്യുന്നത്, അതിന്റെ ബാലൻസ് എന്ത് വരും എന്നൊക്കെ ഉള്ളതാണ്. ഈ പാഠത്തിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, അതെങ്ങനെ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തായിരുന്നു അവരുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, എന്തൊക്കെയായിരുന്നു, 4 എണ്ണം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ക്യാഷ് ബുക്ക്, പിന്നെന്താ രണ്ടാമത് പറഞ്ഞേക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇൻകവും എക്സ്പെൻസും അസറ്റ്സും ലയബിലിറ്റിയും. സ്റ്റോക്ക് രജിസ്റ്റർ, അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാ അസറ്റിനെ കുറിച്ചും റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്, സ്റ്റോക്ക് രജിസ്റ്റർ. അതിനുശേഷം ലാസ്റ്റ് വൺ ക്യാപിറ്റൽ ഫണ്ട്, അതിൽ സർപ്ലസ് എഴുതും. അതൊരിക്കലും മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. ഫൈനൽ പോർഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവരുടെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്, അതാണ് നമ്മൾ ഇനി എടുത്ത് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ, സമ്മറി ഓഫ് എ ക്യാഷ് ബുക്ക് ആണ്. ഇവിടെ എല്ലാ റെസിപ്റ്റും ഡെബിറ്റ് ചെയ്യും, എല്ലാ പേയ്മെന്റും ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്.